നല്ലൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന മനോഹരമായുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. സ്ഥലം വരുന്നത് പള്ളിക്കരക്കടുത്ത് പഴന്തോട്ടത്താണ്. ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. മാത്രമല്ല ആലുവ, കോലഞ്ചേരി, എറണാകുളം, പട്ടിമറ്റം ബസ് റൂട്ടിലേക്ക് 300 മീറ്റർ മാത്രം ദൂരത്തായിട്ടാണ് ഈ വില്ല വരുന്നത്. 5 സെൻറ്റ് 200 ലെങ്സ് ലാൻഡിൽ 2280 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഈ വില്ല പ്രോജക്റ്റിൽ ഫസ്റ്റ് വീടായതുകൊണ്ട് തന്നെ 2 റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് എലിവേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പോർച്ച് പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ്, അതായത് വാഹനം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാഹനം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് ടാപ്പ് പോയിന്റ് വരുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റും ടൈലൊട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈസ്റ്റ് സൈഡിലേക്ക് വരാം. ഈ ഭാഗത്തും 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് റെഡ് ബ്രിക്കിൻ്റെ ഒരു ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. 2 റോഡ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചുറ്റും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു കിണർ വരുന്നുണ്ട്. നേരെ നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ലൊരു സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട്. 2 ചെയറിടാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് വെസ്റ്റിലേക്കാണ്. നേരെ അകത്തേക്ക് വരാം. 2 പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറ് വന്നിട്ടുണ്ട്. നേരെ ലിവിങ്ങിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇരുവശങ്ങളിലായിട്ടും വെന്റിലേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വന്നിട്ടുള്ളത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും LED സ്ട്രിപ്പുകൾ ഓടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡൈനിങ്ങിലേക്ക് വരാം. ഈ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിൽ ഭംഗിയായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകളും വരുന്നുണ്ട്. ഇപ്പം ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ്, ലിവിങ്, കിച്ചൺ ഒറ്റ സ്പേസിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനോട് കൂടി തന്നെയാണ് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തുള്ളത്. ഒതുങ്ങി മാറി സ്റ്റെയറിനോട് ചേർന്ന് തന്നെയായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തുള്ളത്. നല്ലൊരു വാഷ് ബേസും വന്നിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ലൈറ്റിന് വരാനുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് ഒരു കൗണ്ടറോട് കൂടി തന്നെയാണ്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് സ്ലാബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്ലാബാണ് നമുക്ക് ഇവിടെ കിട്ടില്ല. അതായത് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭംഗിയായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി LED ലൈറ്റുകൾ വരാനുമുണ്ട്. അപ്പം ഒരു ടൈപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടൈലിൻ്റെ പാറ്റേൺ മാറ്റമുണ്ട്. ഒരു മാറ്റ് 4x2 ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഗ്രിപ്പിന് വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. ടാപ്പ് വരുന്നതും സിറിയുടെ തന്നെയാണ്. അപ്പം ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പം കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങാം. ഇവിടെയും വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കിണർ വരുന്നുണ്ട്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലാണ്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പോൾ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. 14 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ്സ് വന്നുള്ളത്. മിറർ വരുന്നുണ്ട്. അപ്പം വലിപ്പമുള്ളൊരു വാർഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇവിടെയായിട്ടാണ് ഷവർ പോയിന്റ് വന്നിട്ടുള്ളത്. അതായത് ഡയവേറ്ററാണ്. അതും ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്.
റെയിൻ ഷവർ വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്, സെറയുടെയാണ് കൊടുത്തുള്ളത്. വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്, അതും പെഡസ്റ്റൽ ടൈപ്പ് സെറയുടെ തന്നെയാണ് വന്നുള്ളത്. അപ്പം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫൈബർ ഡോർ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്, ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് തന്നെ മാസ്റ്റർ ബെഡ്റൂം വന്നു. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ മാറി ഒതുങ്ങിയാണ് വാൾഡ്രോബ്സും കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് അതും സെറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെയായിട്ടാണ് ഷവർ പോയിന്റ് വന്നുള്ളത്, അതായത് ഡയവേറ്ററാണ് കൊടുത്തുള്ളത്. മേലെ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഇവിടെയായിട്ട് ഒതുങ്ങി മാറി നല്ലൊരു വാഷ് ബേസിനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ചും കൂടി വർക്കുകൾ വരാനുണ്ട്, മിറർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഗ്രാനൈറ്റിലാണ്, അതിലും ഹാൻഡിൽ വരാനുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വിത്ത് ടഫൻ്റെ ഗ്ലാസ് ആണ് വരാനുള്ളത്. നേരെ മേലേക്ക് കയറാം. ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പർ ലിവിങ് സ്പേസിലും TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടി. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിൽ വെന്റിലേഷനും കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. മൂന്നാമത്തെ ബെഡ്റൂമിലാണ് 14 അടി നീളം 11 അടി വീതി. ഇരുവശങ്ങളിലായിട്ടും വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഒതുങ്ങിയാണ് വാൾഡ്രോബ്സ് ചെയ്തിട്ടത്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയാണ്. നമുക്കിനി ഇതിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നാലാമത്തെ ബെഡ്റൂമിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. നല്ല വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. സെയിം ഡിസൈനിലുള്ള ബാത്റൂം തന്നെയാണ്, അതായത് താഴത്തെ സെയിം ഡിസൈനിലുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത, ഇതിനോട് കൂടെ ചേർന്ന് തന്നെ ഒരു ഓഫീസ് റൂമോ അല്ലെങ്കിൽ സ്റ്റഡി റൂമോ ആക്കാവുന്ന രീതിയിലൊരു സ്പേസും കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 10 അടി നീളവും 8 അടി വീതിയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റഡി റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമോ ആക്കാവുന്ന രീതിയിലുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടിയുള്ളൊരു സ്പേസ് നമുക്കിവിടെ കിട്ടി. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബിലാണ് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മേലേക്ക് കയറാവുന്ന രീതിയിൽ. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ടൈൽ പാറ്റേൺ നല്ലൊരു പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2x2 ടൈലാണ് കൊടുത്തുള്ളത്. അപ്പോൾ നല്ലൊരു വാഷ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നമുക്ക് കവേർഡ് ബാൽക്കണിയും പിന്നെ ഓപ്പൺ ബാൽക്കണിയും ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് കവേർഡ് ബാൽക്കണി വന്നുള്ളത്. ഇവിടുത്തെ ടൈല് കൊടുത്തിരിക്കുന്നത് സെയിം ടൈൽ തന്നെയാണ്, വെറ്റുപേഡ് ടൈൽ തന്നെയാണ് ഇവിടെ താഴെ കൊടുത്തുള്ളത്. അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ബാൽക്കണി വരുന്ന ഭാഗത്തായിട്ടാണ് മാറ്റ് ടൈൽ കൊടുത്തിട്ടുള്ളത്. 2x2 മാറ്റ് ടൈലും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരാനുണ്ട്, ടഫിൻ്റെ ഗ്ലാസും വരാനുണ്ട്. മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് 200 ലിങ്സ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2280 സ്ക്വയർ ഫീറ്റ് വരുന്ന 4+ ആണ്. ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 75 lakhs മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റ് വില നെഗോഷ്യബിൾ ആണ്. 80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റും നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.